ശാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതങ്കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമചടതകർത്രേണ നിർപ്പാർശ്യമാനം സ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്പാതിദാക്ഷാ ഗുരുഭവനപുരേകം ദഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമന്നാരായണീയത്തിൽ 7ഉം 8ഉം ശ്ലോകം. മയിലിൻ്റെ ശബ്ദം, മയിലിൻ്റെ നൃത്തം, മറ്റ് രത്നങ്ങൾ ധാരാളം അടങ്ങി അതിൻ്റെ ശോഭ കൊണ്ട് പ്രകാശിക്കുന്നതായ ഗോവർദ്ധന പർവ്വതവും ഭഗവാനെ അങ്ങ് കണ്ടല്ലോ. നീ എന്തൊക്കെ കണ്ടു? സമന്തതോ ഗോപകുമാരകീർത്തം തമന്തതോ എത്ര വനാന്തമാക തതത്തതത്താം കുടിലാമപശ്യ കളിന്ദജാം രാഗമതി വിവേകാം. കാളിന്തി നദിയും കണ്ടു എന്ന് പറയാണ്. കാര്യം അത്രയേ ഉള്ളൂ. ആ കാളിന്തി നദിക്കൊരു വിശേഷണം കൊടുത്തിരിക്കുകയാണ്. എന്ത്? എവിടെയൊക്കെ ഭഗവാൻ പോകുന്നുണ്ടോ അവിടെയൊക്കെ തന്നെ നോക്കാൻ എത്തിയ ഒരു സുന്ദരിയെ പോലെ. സമം തതോ, അവിടെ സമം തതോ എന്നുള്ള പ്രയോഗം, സമം തതോ ഗോപന്മാരുടെ കൂടെ. രണ്ടാമത്തെ സമന്തതയുടെ അർത്ഥം 4 പാടും ആയി ചുറ്റും എന്നുള്ള അർത്ഥമാണ്. രണ്ടും 2 അർത്ഥമാണ്. രണ്ടിനും 2 രീതിയിൽ 2 വാക്കുമാണ് അല്ലേ. ആദ്യത്തെ 2 വാക്ക്, പിന്നത്തെ ഒറ്റ വാക്കാണ്. നോക്കിയോ? സമം തതോ, പിന്നത്തെ സമന്തതോ, രണ്ടും ഒന്നല്ല. സമം തതോ ഗോപകുമാരകീർത്തം, അനന്തരം എന്നാണ് തതോ എന്നുള്ളതിന്. സമം ഗോപന്മാരോടുകൂടി. പിന്നത്തെയോ സമന്തതോ എത്ര വനാന്തമാകുക, 4 പാടും ചുറ്റിത്തരിഞ്ചരിക്കുകയാണ് സമന്തതോ. ഗോപന്മാരോട് കൂടിയിട്ട് ഭഗവാൻ തമാശയൊക്കെ പറഞ്ഞ് വൃന്ദാവനത്തിൽ കൂടെ ചുറ്റി നടന്നപ്പോൾ, എത്ര വനാന്തമാകുക, കാട്ടുപ്രദേശത്തിൽ ചുറ്റി നടന്നപ്പോൾ അവിടെ എല്ലാം കാളിന്തി നദി കണ്ടു. വളവ് ഉണ്ടാവുകൊണ്ടാണ് കാണുന്നത്. കാളിന്തി നദി സ്ട്രെയിറ്റ് ആണെങ്കിൽ എവിടെ പോയാലും കാണില്ല. ഒരു വശത്തേക്ക് മാറി നടന്നാൽ കാണില്ല. ആണോ? നേരെ ഒഴുകണ ഒരു നദി, വളവില്ല എന്ന് കൂട്ടുക. അങ്ങനെ പോയാൽ കാണാം. തിരിച്ച് നടന്നാൽ കാണുമോ? കാണില്ല. ഇത് എവിടേക്ക് പോയാലും അവിടേക്ക് എന്താ കാളിന്തി നദി. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? നദി വളയുന്നുണ്ട്. അപ്പോൾ കുറേ കഴിഞ്ഞാൽ കാണാം പിന്നെയും നദിയുടെ അടുത്ത് തന്നെ എത്തണു. തതത്തതത്താങ്കുടിലാം അപശ്യ, ഒരു സ്ത്രീയായിട്ട്, കുടില എന്ന് പറഞ്ഞാൽ ഏകാകിനിയായ ഒരു സ്ത്രീ, പല അർത്ഥവും കൊടുക്കുക അതിന്. ആ സ്ത്രീയെ പോലെ കണ്ടു. നേരത്തെ ഒരിക്കലും പറയുണ്ടായി, എന്താണ് സ്ത്രീയാണെന്ന് തോന്നാൻ കാരണം? താമരപ്പൂവ് പോലത്തെ മുഖം. സൗന്ദര്യമുള്ളവരെ നമ്മൾ അങ്ങനെയാണല്ലോ പറയുക. അതേ സമയത്ത് തലമുടിയോ വെള്ളത്തിനെ തലമുടിയായിട്ടും ഉപമിച്ചു. അതുകൊണ്ട് മനോഹരമായിട്ടുള്ള ആ കാളിന്തി നദി നിരന്തര സ്മേര സരോജവക്ത്രാം എന്ന് തൊട്ട് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ചിരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ പോലെ, പുഞ്ചിരി തൂകിയ സ്ത്രീയെ പോലെ മനോഹരമായിട്ട് താമരയാകുന്ന മുഖം, കറുത്ത വെള്ളം ആകുന്നതായ തലമുടി. ഇവിടെ നിർമ്മലാപാം എന്ന് പറഞ്ഞത്, നിർമ്മലാപാം 7ാമത്തെ ശ്ലോകം. ആപ എന്ന് പറഞ്ഞാൽ വെള്ളം, നിർമ്മലാപാം തെളിഞ്ഞ ജലം, യാതൊരു കലർപ്പോ അഴുക്കോ ഇല്ലാത്ത നിർമ്മലാപാം സരോജവക്ത്രാം. തലമുടി വെള്ളമാകുന്ന തലമുടി, താമരപ്പൂവാകുന്ന സുന്ദരി, സുന്ദരിയുടെ മുഖം. തതത്തതത്താങ്കുടിൽ, എവിടെയൊക്കെ ഗോപന്മാരുമായിട്ട് നടന്നുവോ അവിടെ തതത്തതത്താങ്കുടിലാമപശ്യ, അനുരാഗിണിയായ ആരുടെ കൂടെയും പോവാവുന്ന എന്നുള്ള അർത്ഥമൊക്കെയാണ് കുടില എന്ന് പറയുമ്പോഴേ. അവളെ കണ്ടു. കാളിന്തി നദിയെ. കളിന്ദജാം രാഗമതീമിവേഗാം, രാഗവതിയായിട്ടുള്ള സുന്ദരിയെ പോലെ ആ കാളിന്തി നദിയെ, അല്ലയോ ഭഗവാനെ, അങ്ങ് നോക്കിക്കണ്ടല്ലോ.
തഥാവിതേസ്മിൻ വിപിനെ പശവ്യേ സമുത്സുകോ വത്സഗണപ്രചാരേ ചരൻ സരാമോദകുമാരകേസ്ത്വം സമീരഗേഹാധിപപാഹിരോഗാൻ. അവസാനത്തെ ഒരു പ്രാർത്ഥനയാണ് സമീരഗേഹാധിപ. സമീരം വായു, വായുഗേഹനാഥൻ, വാദപുരേശൻ എന്നൊക്കെ ഗുരുവായൂരപ്പനെ പറയും. സമീരഗേഹാധിപ നല്ല വാക്ക. സമീരഗേഹാധിപപാഹിരോഗാൻ. ബാക്കി മൂന്നെണ്ണത്തിന് അർത്ഥമുള്ളൂ. തഥാവിധേ പശവ്യേ പ്രകാരം പശുക്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട, കാരണം പുല്ല് ധാരാളം കിട്ടും. എല്ലാവർക്കും ഈ ആഹാരത്തിലാണല്ലോ പ്രാധാന്യം. എല്ലാ ജീവികൾക്കും തൻ്റെ ആഹാരം കിട്ടുന്ന ദിക്കിൽ അവരുണ്ടാവും. അതിനെ ആ സ്ഥലത്തെ അവർക്കിഷ്ടമാണ്. അപ്പോൾ പശുക്കൾക്ക് ഇവിടെ വലിയ ഇഷ്ടമാണ് ഈ വൃന്ദാവനത്തെ. എന്താ കാരണം? അവർക്ക് ഇഷ്ടമുള്ള പച്ചപ്പുല്ല് ധാരാളം ഉണ്ട്. ക്ഷാമല്യാണ്. ഉണങ്ങിയ വൈക്കോലോ മറ്റ് കാലിത്തീറ്റയൊന്നും അല്ലാത്രേ പശുക്കൾക്ക് ഇഷ്ടം നല്ല പച്ച പുല്ലാണെന്നാണ്. അപ്പം അത് ധാരാളമുള്ള വൃന്ദാവനത്തെ പശുക്കൾ വളരെയേറെ സ്നേഹിച്ചു. പശവ്യേ പശുക്കൾക്ക് ഇഷ്ടമായതായ അസ്മിൻ വിപിനെ ഈ കാട്ട്, അതായത് വൃന്ദാവനത്തിൽ, കാട് വൃന്ദാവനത്തിൽ വത്സഗണപ്രചാരേ സമുത്സുക. ആദ്യം നന്ദഗോപര് കുട്ടികൾക്ക് കൊടുത്ത ചുമതല ചെറിയ പശുക്കുട്ടികളെ നോക്കുകയാണ്. കാരണം വത്സം എന്ന് പറഞ്ഞാൽ പശുക്കുട്ടി. വലിയ പശു കുത്തി കയറ് പൊട്ടിച്ച് ഓടുകയൊക്കെ ചെയ്താൽ എന്താ ചെയ്യുക? കുട്ടികൾക്കത് അത്ര വയ്യല്ലോ. അപ്പോൾ നന്ദഗോപര് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ്. എന്താ, നിങ്ങൾ ചെറിയ പശുക്കുട്ടികളെ ആദ്യം നോക്കി ശീലിക്കും. കുറച്ച് കഴിഞ്ഞിട്ട് പ്രാപ്തിയൊക്കെ ആയിട്ടാവാം വലിയ പശുക്കളെ കൊണ്ടുപോവുക. ആയിക്കോട്ടെ, അച്ഛൻ പറഞ്ഞത് അങ്ങനെ കേൾക്കാം. വത്സഗണപ്രചാരേ പശുക്കുട്ടികളെ നോക്കുന്നതിൽ ഉത്സുകരായിട്ട് വലിയ ഇഷ്ടമാണ് ഭഗവാന് പശുക്കളെ. തൊട്ടിട്ടും തലോടിയിട്ടും ഓരോ പേരൊക്കെ വിളിച്ചിട്ടും ഇഷ്ടവിലാസം കാവ്യത്തിലൊക്കെ ഇങ്ങനെ പറയുന്നതാണ്. മാഗച്ച ഗംഗേ യമുനേ. പശുക്കളെ വിളിക്കുക എന്താ അറിയോ? ഗംഗേ ഇവിടെ ഒരു പുല്ല് തിന്നു. യമുനേ നീ എന്താ അതിയെ പോണത്? ലക്ഷ്മി, ഗംഗ, യമുന ഇങ്ങനത്തെ പേരൊക്കെ എത്രയും പശുക്കൾക്ക് ഇടുക. ഇപ്പം നമ്മൾ ചൂട്ടി, മയിലി, പാണ്ടി എന്നൊക്കെ ഇടും പശുക്കൾക്ക് അല്ലേ? പശുക്കൾക്ക് അങ്ങനെ പേരൊന്നും ഇടാൻ പാടില്ല. അവർ ലക്ഷ്മിയാണെന്നാണ്. ഗംഗ, യമുന. മാഗച്ച ഗംഗേ, ഗംഗേ നീ എവിടേക്ക് പോണു? മാഗച്ച യമുനേ നീ ഇവിടെ വന്ന് പുല്ല് തിന്നു. കൃഷ്ണവിലാസം എന്ന കാവ്യത്തിൽ ഭഗവത് ലീലകൾ ഭംഗിയായി വർണ്ണിച്ചിട്ടുള്ളൊരു കാവ്യമാണ്. അതിനെപ്പറ്റി കുറേ കഥകളൊക്കെ ഉണ്ട്. അങ്ങനെ ആ പശുക്കളെ ഭഗവാന് വലിയ ഇഷ്ടമാണ്. കൃഷ്ണന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അത്രയും പശു. ഇത്രയും സാത്വികമായിട്ട് അല്ലെ, ആർക്കും ഉപദ്രവം ചെയ്യാണ്ട് എന്നാൽ ഉപകാരമുണ്ട്. എല്ലാ ഭാഗവും വിസർജ്യ അടക്കം പശുവിൻ്റെ ശുദ്ധമാണ്. നമ്മുടെ ദേഷ്യം വന്നവർ പറയലുണ്ട്, അവളെ ഇവിടുന്ന് പുറത്താക്കി ചാണകം തളിക്കും ഞാൻ വെച്ചാൽ. അത്രയും ഇഷ്ടമല്ലാത്ത വ്യക്തി അശുദ്ധാക്കിയ സ്ഥലം ശുദ്ധാക്കാൻ എന്തിന് കഴിവുണ്ട്? ചാണകത്തിന്. ഇപ്പോൾ ഈ പശുവിൻ്റെ ഏതൊരു സംഗതി നല്ലതല്ലാത്തതാലോചിച്ച് മൂത്രം അപാര മരുന്നാത്രേ ഗോമൂത്രം. പല രോഗങ്ങൾക്കും നന്നാന്ന് ആയുർവേദ വൈദ്യന്മാർ പറയുക. പഞ്ചഗവ്യത്തിൽ അതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ളതായിരിക്കുന്ന പശുവിനെ വളരെയേറെ ഇഷ്ടപ്പെട്ട, പശുക്കൾക്ക് ഇഷ്ടമായിട്ടുള്ള വൃന്ദാവനത്തിൽ പശുക്കുട്ടികളെ മേച്ച് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് ആനന്ദമായിട്ട് നടന്നു. ഇന്നത്തെ പോലുള്ള ടെൻഷനും മൈഗ്രെയിനും ഒന്നുമില്ല. പശുക്കളെ മേച്ച് കാട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴേ ഇന്നിപ്പോൾ എന്തൊക്കെ സങ്കീർണതകളാണ്. അതുകൊണ്ട് അത്രയും മൈഗ്രെയിൻ വരുന്നതെന്നാണ്. പണ്ടൊന്നും മൈഗ്രെയിൻ കേട്ടിട്ട് തന്നെ ഇല്ല നമ്മൾ. അപ്പോൾ അത്രയും ശാന്തമായിട്ട് സമാധാനമായിട്ട് സുഖമായിട്ട് നല്ല വെള്ളം കുടിച്ച് മനോഹരമായിട്ടുള്ള കാറ്റ്, കുളിർകാറ്റേറ്റ് പശുക്കളെ മേച്ച് അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് സഞ്ചരിച്ചില്ലേ, അങ്ങനത്തെ അങ്ങ് എന്നെ രോഗത്തിൽ നിന്ന് രക്ഷിക്കണമേ. സമന്തതോ ഗോപകുമാരകേസ്ത്വം സമന്തതോ എത്ര വനാന്തമാക. ഗോപന്മാരോട് കൂടിയാണ് ആദ്യത്തെ സമന്തതോ. രണ്ടാമത്തെ സമന്തതോ ചുറ്റി സഞ്ചരിക്കലാണ്. തതത്തതത്താം എവിടെയൊക്കെ സഞ്ചരിച്ചു അവിടെ എത്തിയ കാളിന്തി നദി. തതത്തതത്താം കുടിലാം അപശ്യ കണ്ടു. കുടിലാം സുന്ദരിയായിട്ട് സ്ത്രീയെ കണ്ടു. കളിന്തജാം രാഘവതീമിവേഗാം തന്നോട് അനുരക്തയാണോ എന്ന് തോന്നുമാറുള്ള കാളിന്തിയെ കണ്ടു. തഥാവിതേസ്മിൻ വിപിനെ പശവ്യേ പശുക്കൾക്ക് ഇഷ്ടമായ വൃന്ദാവനത്തിൽ സമുത്സുകോ വത്സഗണപ്രചാരേ
ചരൻസരാമോധകുമാരകേഷ്ടം രാമനോട് കൂടിയിട്ടും ഗോപന്മാരോട് കൂടിയിട്ടും ആ വൃന്ദാവനത്തിലെ ഗുരുവായൂരപ്പ മനോഹരമായി സന്തോഷവും ആഹ്ലാദവുമായിട്ട് ആനന്ദമായിട്ട് അങ്ങ് സഞ്ചരിച്ചു. സമീരഗേകാധിപ പാഹിരോഗാത്. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.